എല്ലാവർക്കും വന്ദനം പറയുന്നു. സാക്ഷി അപ്പോളജിറ്റിക്സ് നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സെമിനാറിലൂടെ ഇസ്ലാമിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പല വീഡിയോകളും ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത് യൂട്യൂബിനകത്തും മറ്റ് ഇതര സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു അടിയന്തരമായ സാഹചര്യങ്ങൾ ഒത്തു വന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് വേണ്ടി ഞങ്ങൾ മുതിർന്നിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ പൊതുജനത്തെ അറിയിക്കുക, അപ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുമ്പിലൊരു ബോധവൽക്കരണ പരിപാടിയും കൂടിയാണിത്. അതിനകത്ത് സംഘടനാ വ്യത്യാസമന്യേ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ സെമിനാറുകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും മറ്റെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും പെന്തക്കോസ്തുകാരും എല്ലാം അതീവ ജാഗ്രതയോട് തന്നെ അറിയേണ്ടതും സ്വീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവരവരുടെ വിശ്വാസ കുടുംബങ്ങളെ വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഈ സെമിനാറിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥകൾ നമുക്കറിയാം. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ നമ്മൾ മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമല്ല, ഇസ്ലാമിക രാഷ്ട്രമെന്നോ ഹിന്ദു രാഷ്ട്രമെന്നോ പറയുന്നത് പോലെയുള്ള ഒരു മതാധിഷ്ഠിത രാഷ്ട്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും പ്രഖ്യാപനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അവകാശപ്പെടാറുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം, ഇന്ത്യയിൽ ജനാധിപത്യ ഇന്ന് നിലനിൽക്കുന്നു. അതിനൊരു അവസാനം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് ഈ തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് എന്തേലും വിലയുള്ളൂ നമുക്കറിയാം. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ജനിക്കുവാനും അതിൽ ജീവിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. എന്നാൽ മതേതര രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും ഇന്ന് മതം കയ്യിൽ വെച്ചുകൊണ്ടാണ് കളി കളിക്കുന്നത്. മതമില്ലാതെ അവർക്ക് ജീവിക്കാനോ മതമില്ലാതെ രാഷ്ട്രീയ വിജയങ്ങൾ കൈവരിക്കാനോ കഴിയാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ മതങ്ങളുടെ പേരിൽ തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും അറിയപ്പെടുന്നത്. ഇത് ഒരു മതേതരത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിച്ച് അതിനകത്ത് ഹിന്ദു എന്നോ ക്രൈസ്തവനെന്നോ മറ്റേതെങ്കിലും ഒരു ജാതിക്കാരനെന്നോ ഇതുകൂടാതെ ഐക്യമുന്നണിയുടെ ആൾക്കാരെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെന്നോ എന്നുള്ള ധാരണയിൽ ഈ മതാധിഷ്ഠിത പാർട്ടികൾക്ക് മതത്താൽ ഭരിക്കപ്പെടുന്ന ജാതി രാഷ്ട്രീയങ്ങൾക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാലും ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഇവരുടെ മുഖംമൂടിയെ കഴിഞ്ഞു വീഴുന്നതാണ്. ഇവരൊക്കെ കാര്യങ്ങളോട് അടുക്കുമ്പോൾ പക്കാ മത തീവ്രവാദികളാണെന്നും അവരുടെ മതത്തെ വിട്ട് കളിക്കത്തില്ലെന്നുമുള്ള സത്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതിലേറ്റവും ഇവരുടെയൊക്കെ ഉള്ളിൽ ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ പറഞ്ഞാൽ പോലും മതതീവ്രത അതിന്റെ ഭീകരമായ അവസ്ഥയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളത് വെളിപ്പെട്ടു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത ദിവസങ്ങൾ നമ്മൾ കേട്ടതാണ് തുർക്കിയിലെ ഒരു പള്ളി, ക്രൈസ്തവ ദേവാലയം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്രൈസ്തവ ദേവാലയം അത് പിടിച്ചടക്കി അതിനെ ഇസ്ലാമിക മതകേന്ദ്രമാക്കി മാറ്റിയപ്പോൾ, പള്ളിയാക്കി മാറ്റിയപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതിയെന്നുള്ളതാണ്. പലരുടെയും പ്രതിഷേധങ്ങൾ അവിടെ ഇവിടെ ഉയർന്നെങ്കിൽ പോലും ഇവരുടെയൊക്കെ ഉള്ളിൽ മതത്തിന്റെ തീവ്രത കിടപ്പുണ്ട്. അത് അതിന്റെ സമയങ്ങളിൽ ഭീകരതയോടെ തന്നെ പുറത്തു വരുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മദീനയുടെ പാർട്ടി ആണെങ്കിലും SDP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അവര് പുറത്തു നിന്ന് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു മുഖംമൂടിയാണ്. അതിന്റെ അപ്പുറത്ത് ഇവരുടെയൊക്കെ ഉള്ളിൽ മതത്തിന്റെ ഇസ്ലാമിക മത തീവ്രവാദം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുണ്ടോ? ലോകത്തിൽ എത്രയോ സാധാരണ പാവപ്പെട്ട മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്ന വാർത്തകൾ ദൈനംദിനം നമ്മൾ കേൾക്കുകയാണ്.
നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കൊന്നുകൂട്ടിയ ക്രൈസ്തവരുടെ എണ്ണം ഒന്നും കണക്കിപ്പെടുന്നില്ല. അത്രയ്ക്കും വലുതാണ്. അവരെയൊക്കെ ആരും പരിഗണിക്കുന്ന പോലും ഇല്ല. എണ്ണയാൽ ഒതുങ്ങാ തരത്തിലുള്ള മനുഷ്യരെയാണ് അവിടെ നിർദാക്ഷിണ്യം എന്താ പറയുക ഭീകരമായിട്ട് കൊലപ്പെടുത്തി കളയുന്നത്. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. പക്ഷെ ആരും പ്രതിഷേധിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹങ്ങളിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നു അല്ലാതെ ആ ഭീകരത ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന്റെ ചുമതല വഹിക്കുന്നവർ അതിലൊന്നും പെടുന്നില്ല. അതേ സമയത്ത് ഒരു മുസ്ലിമിനെ ആരെങ്കിലും എവിടെങ്കിലും ഒന്ന് കൊന്നുപോയെങ്കിലോ അല്ലെങ്കിൽ തട്ടിപ്പോയെങ്കിലോ അപ്പോഴേ പിന്നെ അത് ലോകം മൊത്തം വാർത്ത. അത് ഒരു ഇസ്ലാമികവൽക്കരണമാണ്. ഇസ്ലാമിക ഭീകരതയുടെ അനന്തരഫലമാണ് ഈ മാധ്യമങ്ങളെ പോലും അവര് പണം കൊടുത്ത് കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നെന്ന് പറയുന്നത്. ഈ കാലയളവിൽ ഇറങ്ങിയ സിനിമകളുടെ കണക്കുകളും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കണക്കുകളും എല്ലാം കൂടെ വരുമ്പോൾ മനസ്സിലാക്കുമ്പോൾ പരസ്പര ബന്ധങ്ങളൊക്കെ പത്രദ്വാര സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇവരുടെ ആ ഇസ്ലാമിക മത ഭീകരത വളർത്തുവാൻ, ഇസ്ലാമിനെ വെള്ളപൂശുവാൻ, ഇസ്ലാമിന്റെ ഉള്ളിലെ ചീഞ്ഞു നാറുന്ന ആശയങ്ങൾ ലോകത്തിലെ പരിഷ്കൃതരായ സംസ്കാരമുള്ള ഒരു ജനപദത്തിനും ഉപയോഗിക്കാനോ വിശ്വസിക്കാനോ പിന്തുടരാനോ കൊള്ളാത്ത 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ബാർബേറിയൻ സംസ്കാരങ്ങളെ ഇന്നത്തെ തലമുറയുടെ മേൽ വളരെ ഭംഗിയായി പഞ്ചസാരയിൽ പൊതിഞ്ഞ കൊടും വിഷങ്ങളായി പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയകളും സിനിമകളും എല്ലാം ഇവർ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പണം ചെലവഴിച്ച് ഇസ്ലാമിനെ വെള്ളപൂശുന്നത്. ഇസ്ലാമിന്റെ സമാധാനം എന്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് കാണുകയാണ്. സമാധാനം നൽകുന്ന ഒരു മതത്തിന് അതിന്റെ പുറത്ത് എഴുതി വെക്കണ്ട ഞങ്ങൾ സമാധാനക്കാരാണ്. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ന്യായീകരിച്ചുകൊണ്ട് അതിന്റെ മേളിൽ അവർ എഴുതി വെക്കും, എപ്പോഴും എഴുതി വെക്കും എന്താണ് അവർ സമാധാനമാണ്. അങ്ങനെ സമാധാനം നൽകുന്നവർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അവർക്കത് പറഞ്ഞേ പറ്റൂ. കാരണം അവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് മുമ്പിൽ നിൽക്കുന്നവരും കൊലയ്ക്കും ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ആൾക്കാർ. ഒരു ഹിന്ദു തീവ്രവാദി എന്നും പറഞ്ഞു ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു തുടങ്ങിപ്പോയെങ്കിലും അങ്ങനെ ഒരു തീവ്രവാദ സംസ്കാരമൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. മറ്റിതര മതങ്ങളൊന്നും തീവ്രവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ മതത്തിന്റെ പേര് പറഞ്ഞ്, ദൈവത്തിന്റെ പേര് പറഞ്ഞ്, പ്രവാചകന്റെ പേര് പറഞ്ഞ്, അവരുടെ വിശ്വാസ പ്രമാണമായ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുകയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. അത്രയും ഭീകരമായിട്ട് പ്രവർത്തിക്കുക. അത് നമ്മൾ എല്ലായിടത്തും നമ്മൾ ലോകത്തിന്റെ എമ്പാടും ഇവരെവിടെല്ലാം ചെന്ന് കയറി അവിടെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഞങ്ങളുടെ ഉള്ളിലൊന്നും ഇസ്ലാമിക ഹൈന്ദവത അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വേറുകൃത്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കാം, ഇപ്പുറത്തിരിക്കുന്ന വ്യക്തി ഹിന്ദു ആയിരിക്കാം. ഞങ്ങളെ കൂട്ടുപിടിക്കുന്നതും നമ്മൾ സ്നേഹിതരാകുന്നതും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അമ്മമാർ പൊതിഞ്ഞ് തന്നുവിടുന്ന ഭക്ഷണങ്ങൾ പരസ്പരം കൈവച്ച് വാരിക്കൊടുത്ത് പങ്കുവെച്ച് ഞങ്ങൾ ജീവിച്ചതൊന്നും ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ നോക്കിക്കൊണ്ടല്ല. എൻ്റെ കൂടെ ബഷീർ പഠിച്ചിട്ടുണ്ട്, സക്കീർ ഹുസൈൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ സുരേഷ് പഠിച്ചിട്ടുണ്ട്, ശശി പഠിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ്. എന്നും കാണുമ്പോൾ ആ സ്നേഹത്തോടെ ഞങ്ങൾ കാണുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ കേരളം അങ്ങനല്ല. ഇന്നത്തെ നമ്മുടെ കേരളത്തിനകത്ത് മതാധിഷ്ഠിതമായ വർഗീയാധിഷ്ഠിതമായ രൂപങ്ങളും ഭാവങ്ങളും കൈവന്നു കഴിഞ്ഞു. അത് നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഒരു ഭീകരമായ മതാന്തരീക്ഷത്തിലേക്കും വർഗീയതയിലേക്കും വേറുകൃത്യത്തിലേക്കും അതിർവരമ്പുകളും ഒക്കെ നമ്മുടെ കേരളം സംസ്കാര സമ്പന്നമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും അക്ഷരത്തിന്റെ നാടെന്നും ഒക്കെ അവകാശപ്പെടും നമ്മളെ കേരളത്തിൽ ഈ ഒരു തീവ്രത കടന്നുവെന്നും അത് നമുക്ക് നന്നായിട്ടറിയാം. പ്രകൃതിക്ഷോഭങ്ങളും കെടുതികളും ഒക്കെ കടന്നു വന്നപ്പോഴും ദുരിതങ്ങളും ദുരന്തങ്ങളും കടന്നു വന്നപ്പോഴും ഒക്കെ വർണ്ണവും വർഗവും ജാതിയും മതവും കുടുംബവും കുലുവും ഒന്നും നോക്കാതെ ആൾക്കാർ പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിൽ പോലും ആ പ്രതികൂലങ്ങൾ, ആ പ്രതിസന്ധികൾ കെട്ടടങ്ങി കഴിഞ്ഞാൽ ഉടനെ വർഗീയതയുടെ രൂപഭാവങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അതിന്റെ രാക്ഷസീയമായ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെ കേരളത്തിൽ, ഒരു പ്രതിസന്ധിയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കേരളത്തിലെ ജനത്തിന്റെ ഉള്ളിൽ വർഗീയതയുടെ ഭീകരത അല്ലെങ്കിൽ മതം പറഞ്ഞ് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയും ആ തരത്തിലുള്ള അതിർവരമ്പുകളും സൃഷ്ടിക്കപ്പെട്ടതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നുമില്ല, പതിറ്റാണ്ടുകളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവിൽ കേരളത്തിൽ ഇത്രയും വർഗീയത വിളമ്പുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നീച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ MM അക്ബറാണ്. ക്രിസ്ത്യാനികൾ മതം പ്രസംഗിക്കാറുണ്ട്, സുവിശേഷം പ്രസംഗിക്കാറുണ്ട്, വിശ്വസിക്കുന്നവരെ
അവര് ക്രൈസ്തവത്തെ അവർക്ക് അങ്ങനെ വിശ്വസിക്കുന്നവരെ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം ഒന്നും ബൈബിളിനകത്ത് ഒരിടത്ത് പോലും പറയുന്നില്ല. അതൊക്കെ ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ പരസ്പരം ഇരുന്നുകൊണ്ട് ആയുധം വെച്ച് ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടി യേശു ആഹ്വാനം ചെയ്തു എന്നൊക്കെ ഈ ക്രിസ്തീയ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ബൈബിളിനകത്ത് അങ്ങനെ ആരെയും മതം മാറ്റാൻ വേണ്ടി കഴുത്തിന് കത്തി വെക്കാനോ നിർബന്ധിച്ച് മതം മാറ്റാനൊന്നും ബൈബിളിനകത്തില്ല. ഒരിടത്തും ഒരു വാക്യം പോലും ഇല്ല. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഭൂലോകത്തിലൊക്കെ പോയി ഇത് പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവർ, അത്രയേ ഉള്ളൂ. അതല്ലാതെ ക്രിസ്ത്യാനിത്വത്തിനകത്ത് മതപ്രചരണം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരിടത്തും ഒരു നിർബന്ധിത മതപ്രചരണം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇല്ല. അത് അവരവരുടെ പേഴ്സണലായ തീരുമാനങ്ങളിലേക്കാണ്, വ്യക്തിഗത തീരുമാനത്തിൽ അധിഷ്ഠിതമാണ് ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഇമാം അക്ബറിനെ പോലുള്ളവർ പൊതുരംഗത്ത് വന്നതിന് ശേഷം, മദനിയെ പോലുള്ളവർ രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ചത് വലിയൊരു മാറ്റമാണ്. കാരണം കേരളത്തിലെ മുക്കിലും മൂലയിലും ഒക്കെ പോയി കിടന്നുകൊണ്ട് ക്രൈസ്തവത, ഹൈന്ദവത, ഇസ്ലാം എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങി. അതുപോലെ മോക്ഷത്തിന്റെ മാർഗം ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ഹൈന്ദവതയിലും എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ഇത്യാദി പേരുകളും തലക്കെട്ടുകളും ഒക്കെ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇതര പട്ടണങ്ങളിലെല്ലാം വൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് ഇതര മതങ്ങളെയും മതവിശ്വാസങ്ങളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിന് ശേഷം ഇസ്ലാമാണ് വലുത് എന്ന് പരസ്യമായി പറയുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാവുന്ന ആൾക്കാരെ ഇതിലേക്ക് മറുപടി പറയാൻ വേണ്ടി പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ഞങ്ങളൊക്കെ സാധാരണ സുവിശേഷകരാണ്. ഞങ്ങൾ കർത്താവിനെ കുറിച്ച് ആൾക്കാരോട് പറയുന്നു. അതതിന്റെ അപ്പുറത്ത് ഞങ്ങള് ഒരു പരിപാടി ചെയ്തിരുന്നവരല്ല. ഞങ്ങൾ കവലയെ പ്രസംഗിക്കുമായിരുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് പ്രസംഗിക്കുമായിരുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യനെ കൊല്ലുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന മദ്യം, മയക്കുമരുന്ന് ആദിയായ ദുശീലങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രചരണങ്ങൾ നടത്തുമായിരുന്നു. രക്ഷിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കുമായിരുന്നു. അതിന്റെ അപ്പുറത്ത് മറ്റു പരിപാടികളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ തരത്തിലുള്ള ചില വ്യക്തികൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിന്റെ ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. 1989 മുതൽ ഞാൻ ഇസ്ലാമിന് മറുപടി എന്ന് പറയുന്ന പരിപാടികളുമായിട്ട് മുമ്പോട്ട് ഞാൻ ഇറങ്ങി. എൻ്റെ കൂടെ ധാരാളം ദൈവദാസന്മാർ അതിനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. അതിനുശേഷം കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴത്തേന് സാക്ഷിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിച്ചു. അവര് ഇമാം അക്ബറിനോട് മറുപടി പറഞ്ഞുകൊണ്ട്, സക്കീർ നായിക്കിന് മറുപടി പറഞ്ഞുകൊണ്ട്, ദാവാ പ്രഭാഷകരുടെ വ്യാജമായ ആരോപണങ്ങൾ, തെറ്റായ അവകാശവാദങ്ങൾ, ഇസ്ലാമിനെ പൊക്കിക്കൊണ്ടുള്ള അവരുടെ പ്രസംഗങ്ങൾക്കൊക്കെ മറുപടി പറയുവാൻ അവരുടെ ഹദീസുകളും അവരുടെ ഖുറാനും അതുപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും പഠിക്കുകയും വായിക്കുകയും ആധികാരികമായി അറിയുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വരികയും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പലരും ഇപ്പോൾ പൊത്തിലൊളിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് എന്താ പറയുക ചോറ് വാരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അക്ബറിനെ സംവാദത്തിനൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ ദൈവികതയും മുഹമ്മദിന്റെ ധാർമ്മികതയൊക്കെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ വരുന്നില്ല. മറ്റേതങ്ങ് സംവാദമായിരുന്നു. ഏതെങ്കിലും വിവരമില്ലാത്ത, അറിവില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കൊണ്ട് കയറ്റി പണ്ഡിത വേഷം അണിഞ്ഞ് കേരളത്തിൽ ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ ഒരു വലിയ അവകാശവാദം ഉന്നയിച്ച ഒരാളാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബർ ഇപ്പോൾ പൊത്തിലൊളിച്ചിരിക്കുകയാണ്, പല സംവാദങ്ങൾക്കും വരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയക്കകത്ത് ഒറ്റയ്ക്കിരുന്നുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് നടത്തുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളോടും പറഞ്ഞു, വിളിച്ചുകൊണ്ട് വരിക, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവാചകനും നിങ്ങളുടെ പുസ്തകവും ലോകത്തിൽ ഏറ്റവും നല്ലതാണെങ്കിൽ അത് പബ്ലിക്കിന് മുമ്പിൽ പറയാൻ, ഞങ്ങളൂടെ വരാൻ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇതുവരെ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രസകരമായ കാര്യം. അപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കുരങ്ങന്മാരാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തിരുന്ന് സമയം ചെലവിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ മുമ്പിൽ കേരളത്തിൽ വന്നപ്പോൾ അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ശശികല ടീച്ചറിനെ പോലുള്ള ആൾക്കാര്, എൻ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാര് പുറത്തു വന്നിട്ട് വർഗീയ വിഷത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ അത് തുപ്പാൻ തുടങ്ങി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചൊരു സമൂഹം, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾ മുതൽ ഒരുമിച്ച് നിന്നുകൊണ്ട് വാതുറന്ന് സംസാരിച്ച് പഠിച്ചവരും പറഞ്ഞവരുമായ വ്യക്തികൾ
ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഏകോദര സഹോദരങ്ങളല്ല, എൻ്റെ മതത്തിൽപ്പെട്ടവനാണ് എൻ്റെ സഹോദരൻ, അന്യൻ എനിക്ക് ശത്രുവാണ്, അവനെ അങ്ങനെ കാണണം, കൊല്ലണം, കഴുത്തു വെട്ടണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു തീവ്രത സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത് വരികയാണ്. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്കറിയത്തില്ല. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് പിന്നോക്കൻ എന്നുള്ള അവകാശവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മനുഷ്യരെയും ചെറുപ്പക്കാരെയും മുതിർന്നവരെയും പ്രായം നോക്കാതെ തല്ലിക്കൊല്ലുകയും പരസ്യമായിട്ട് എന്താ പറയുക ഭീകരമായി അടിച്ചു കൊല്ലുന്നയൊക്കെ വാർത്തകളും നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ അപമാനമാണ്. ലോകത്തിലെ സംസ്കാരമുള്ള ഒരു രാജ്യത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മാനസിക രോഗികളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സമൂഹങ്ങളോ മാത്രം, ബാർബേറിയൻ സമൂഹങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സാധാരണയായി വാർത്തയല്ലാതായി തീർന്നിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായി എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള മതതീവ്രവാദികളുടെ പ്രവേശനവും അവരുടെ പ്രചരണങ്ങളും കാരണമായി മറ്റുള്ള മതക്കാരെ അവഹേളിക്കാൻ തുടങ്ങിയപ്പോൾ അവരും അതിനുള്ള മറുപടി പറയേണ്ട ആവശ്യങ്ങളൊന്നും, എന്നാലും അതിന്റെ ഭീകരാവസ്ഥയിലേക്ക് സ്വന്തം മതത്തിലുള്ളവരോട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറത്ത് കൊല്ലിനും കൊലയ്ക്കും ആഹ്വാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ആയുധം എടുക്കണമെന്ന് പറയുന്ന ആശയത്തിന്റെ അഭാവം നിമിത്തം ആയുധത്തിന്റെ അണികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും വന്നു കഴിഞ്ഞിരിക്കും. ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നിരുന്നാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ പല സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത്. ഇതൊരു പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം അല്ല. ഇതെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഇത് കേൾക്കണം. അതുപോലെ തന്നെ ഇസ്ലാം ഇതര മതങ്ങളിലുള്ള എല്ലാവരും ഞങ്ങൾ ഈ പറയുന്നതിന് ചെവി കൊടുക്കണം. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു കാലത്ത് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ഇസ്ലാമിക ജിഹാദ്, ലവ് ജിഹാദ്, അതുപോലെ ഇവരുപയോഗിക്കുന്ന 10-20 ഭാവത്തിലും രൂപത്തിലും പെടുന്ന ജിഹാദുകളെ ഇപ്പോൾ കുടുംബക്കാരെ നന്നാക്കിക്കൊണ്ട് ജിഹാദ് അവർ തുടങ്ങി. അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവരുടെ മതഗ്രന്ഥങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സത്യസരണി പോലുള്ള മത പരിവർത്തന കേന്ദ്രങ്ങളിൽ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയൊക്കെ മതം മാറ്റുന്ന ചരിത്രങ്ങളൊക്കെ പത്രദ്വാരമൊക്കെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഗൗരവം എത്രത്തോളം ക്രൈസ്തവ സമൂഹങ്ങളിലും ഇതര മതക്കാരും ഉൾക്കൊണ്ടു എന്നറിയത്തില്ല. എന്നാൽ ഇപ്പോൾ പല മാധ്യമങ്ങളും ടിവികളും അതുപോലെ പത്രങ്ങളുമെല്ലാം ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ എതിരായിട്ട് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരാശ്വാസകരമായ കാര്യമാണ്. ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ആൾക്കാരും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവരുടെ മതപ്രചരണവും അവരുടെ മതപരിവർത്തന പരിപാടികൾ നിഗൂഢമായിട്ട് രഹസ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചെയ്തു തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. അതിനെ അറിവ് കിട്ടിയപ്പോൾ തന്നെ പബ്ലിക്കിന് മുമ്പിൽ അതിനുള്ള അവബോധനങ്ങളും പ്രബോധനങ്ങളും ഞങ്ങൾ നൽകിയതാണ്. പക്ഷേ അത്രയും ഒരു കാര്യമായിട്ട് ആൾക്കാർ എടുക്കാതെ വന്നതിന്റെ അനന്തരഫലങ്ങൾ പല കുടുംബങ്ങളും ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവിധ തരത്തിലുള്ള ജിഹാദികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അതൊരു സത്യമാണ്. അത് നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പെൺകൊച്ചും ഒരു ആൺകൊച്ചും തമ്മിൽ കല്യാണം കഴിക്കുക ആണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് സ്നേഹിച്ചു കിട്ടി എന്നുള്ളത് ഒരു അപവാദമോ അപരാധമോ അല്ല. അതൊരു പാപമല്ല. അത് ഒരു മനുഷ്യസഹജമായ ചില കാര്യങ്ങളാകാം. പക്ഷേ അതിന്റെ പിന്നിൽ മതം പരിവർത്തനങ്ങളും മതക്കാര് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കളി കാര്യമായി തീരുന്നത്. എത്രയോ ഇതര അന്യമതസ്ഥപ്പെട്ടവർ വിവാഹം കഴിച്ച് നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ അതൊന്നും പത്രവാർത്തകളായില്ല, അതൊന്നും നമ്മളാരും പരിഗണിച്ചില്ല, അതൊന്നും ടി വിക്കകത്ത് വന്നില്ല. എന്നാൽ കൃത്യമായ പരിപാടികളോടുകൂടെ ഗൂഢാലോചനകൾ നടത്തി പലരെയും പ്രേമിച്ചു കൊണ്ടുപോയി വഴിയാധാരമാക്കിയവരും ജീവിതം നശിച്ചു പോയവരുമായ ധാരാളം പെൺകുട്ടികളുടെ ചരിത്രങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പോഴാണ് ഇസ്ലാമിക ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻകുമാറുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്കൊന്ന് മറുനാടൻ മലയാളിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരു അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രേമിക്കുക എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിലാണ്. അത് തമ്മിലുള്ള ഇഷ്യൂ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്. അപ്പനും അമ്മയൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നത്. അതിന്റെ അപ്പുറത്ത് മതക്കാരനത് പെടാറില്ല. അതിന് മതപരിവർത്തനത്തിന്റെ ആൾക്കാര് കോടതികളിൽ കയറുന്നില്ല. പക്ഷേ ഇസ്ലാമിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് മതപരിവർത്തന വിഷയമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോടടുത്തൊരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. പ്രേമമാണ്.
പ്രേമിച്ച ഒരു പെങ്കുച്ചിന്റെ ആങ്കുച്ചിന്റെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അത് മതമേറ്റെടുക്കുകയാണ്. കോടതികളിൽ ഈ മതപരിവർത്തന നേതൃത്വം കൊടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എത്തി അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ആ തരത്തിൽ അവരെ എന്താ പറയുക, സ്വാധീനിച്ചോ പണം കൊടുത്തോ ഒക്കെ ആണെങ്കിൽ പോലും എങ്ങനെയും കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയാണ്. രണ്ട് മനസ്സുകളുടെ സംയോജനമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരാണും പെണ്ണും തമ്മിൽ മാനസികമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിലൂടെയാണ് ജീവിതം വരുന്നത്. അതല്ലാതെ കപടമായ വേഷം കാണിച്ച് പ്രേമിച്ചു കൊണ്ടുവന്നിട്ട് ചതിച്ചിട്ട് കാണിക്കുന്നതിനെ പിന്നെ സ്നേഹമൊന്നും അല്ല എന്ന് പറയുന്നത്. അങ്ങനെ പ്രേമ വലയത്തിൽ പെട്ടുപോയ, ജിഹാദി പെട്ടുപോയ എത്രയോ പിള്ളേരുടെ ദയനീയമായ ചരിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കപ്പുറത്ത് മതപരിവർത്തകർ വരെ കോടതികളിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഈ ഇതര മതങ്ങളിൽ നിന്ന് വന്നവരെ കൊണ്ടുപോകാൻ. അതേസമയം ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും ഒരു പെങ്കൊച്ചു ചെറുക്കനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തലവെട്ടാനാണ് ആഹ്വാനം. അവർക്ക് ഈ പറയുന്ന അവകാശവാദങ്ങളില്ല. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത് അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്. അവർക്ക് അവകാശമുണ്ട് പ്രേമിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ളവരോട് പോകാം. അവിടൊക്കെ ഇവർ തൊണ്ടകീറി പ്രസംഗം. ഇവർ ശരിക്കും ഇരട്ടത്താപ്പുകാരാണ്. കാരണം ഏത് ഇസ്ലാമിന്റെ ഉള്ളിലും അതിലെ നിരപരാധികളായ വലിയൊരു കൂട്ടം ജനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുറാനെക്കുറിച്ചോ ഇസ്ലാമിന്റെ ഭീകരതയെക്കുറിച്ചോ അറിയാതെ ജന്മം കൊണ്ട് ഇസ്ലാമിലായിപ്പോയതിന്റെ ഗതികേടിനകത്ത് അറിയാതെ, ഇസ്ലാമിക സത്യങ്ങൾ അറിയാതെ നിഷ്കളങ്കരായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിലുണ്ട്. അവരിതിനകത്തൊന്നും പെടുന്നില്ല. അവരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുകയല്ല. എന്നാൽ മതതീവ്രവാദത്തിന്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർ ഈ കാട്ടിക്കൂട്ടുന്നത് അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനോട് മൗനം പാലിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമാധാനത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിൽ, ഇപ്പൊ കോളേജുകളെയൊക്കെ കേന്ദ്രമാക്കിയാണ്. ബാംഗ്ലൂര് പഠിക്കാൻ പോകുന്ന പിള്ളേർ പലതും വഴിതെറ്റി പോകുന്നതിന് പിന്നിൽ ഇവരുണ്ട്, മതം മാറിപ്പോകുന്നതിന് പിന്നിൽ ഇവരുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഇവരുടെ മതത്തിന്റെ കാര്യങ്ങളും പുണ്യങ്ങളും ഒക്കെ പറഞ്ഞ് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞ് ജനത്തെ ആകർഷിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കറിയാം. ഇത് ഈ ലോകത്തിൽ ഒരിടത്തും ഇസ്ലാം ഭൂരിപക്ഷം ഉള്ളിടത്തൊന്നും ഒരു സമാധാനത്തോടെ ഇവർ ജീവിക്കുന്നില്ല. അപ്പം ഗൾഫ് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ ന്യായമായിട്ടൊക്കെ എടുത്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതവിടെ കിടക്കട്ടെ. എന്നാൽ ഇവര് മാത്രമുള്ള രാജ്യങ്ങളിൽ, ഇറാൻ ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇവർക്ക് ഇതര മതസ്ഥരെ കൊല്ലാൻ കിട്ടില്ല. ഇവർ തമ്മിൽ തല്ലിച്ചാവുകയാണ്. ഷിയാകളും സുന്നികളും തമ്മിലാണ് ബോംബ് സ്ഫോടനം. എത്ര പള്ളികളിലാണ് ഇവർ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഈവൻ അവരുടെ പെരുന്നാളുകളുടെ സമയത്ത് പോലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്റെ ഇടയിൽ കയറി ചെന്ന് ബോംബ് സ്ഫോടനം നടത്തി കൊന്നിട്ട് ഇവരതിന്റെ മണ്ടൽ എഴുതി വെക്കും സമാധാനം മതമെന്ന്. ഇതിന്റെയൊക്കെ ഈ ഉളുത്തവാദങ്ങൾ, ഈ അപഹസിക്കപ്പെട്ട ഈ എന്താ പറയാ, നമുക്ക് മാനുഷികമായിട്ട് വാക്കുകൾ പറയാനില്ലാത്ത ഈ പ്രവർത്തികളൊക്കെ ഇവർ ചെയ്തിട്ട് എന്നിട്ട് അവർ പറയും സമാധാന മതമാണ്. അപ്പോൾ തന്നെ ഉടനെ അടുത്ത വാദങ്ങൾ ഇപ്പം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ എഴുതുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആദ്യം അവരെടുത്തോണ്ട് വരുന്നൊരു ന്യായം അമേരിക്ക ബോംബിട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ UK പട്ടാളക്കാർ ബോംബിട്ടു ആരെങ്കിലും കൊന്നു എന്നുള്ളതാണ്. അത് മതമല്ല. അവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റ് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് പോലെയോ അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുന്നത് പോലെയോ കഴുത്തറുത്ത് കൊല്ലുന്നത് പോലെയോ അല്ല രാഷ്ട്രീയപരമായ യുദ്ധങ്ങൾ നടക്കുന്നത്. അവിടെ ആരും യേശുക്രിസ്തു പ്രൈസ്തലോട് യേശുക്രിസ്തുവിനെ നാമം ജയിക്കട്ടെന്ന് പറഞ്ഞ് ഒരുത്തിനും കഴുത്ത് അറക്കുന്നില്ല. അത് രാഷ്ട്രീയമാണ്, പക്ക പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിനകത്ത് മതം കലർത്താറില്ല. രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ട് ചൊറിയാൻ ചെന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് അടി കിട്ടിയെന്നിരിക്കും. അത് സ്വാഭാവികമാണ്. തല്ല് കൊടുക്കുന്നവന് തല്ല് വാങ്ങിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അത് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ചുമ്മാതെ നടക്കുന്ന സാധാരണക്കാരനെ മനുഷ്യർ, ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യരെ കഴുത്തറത്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതും അമേരിക്കക്കാരൻ ബോംബിടും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇവരുടെ ഇസ്ലാമിക മത തീവ്രവാദത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളും വിശദീകരണങ്ങളും പല വീഡിയോയിലൂടെ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. പല വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കേൾക്കണം. എല്ലാ വീഡിയോകളും നിങ്ങൾ കേൾക്കണം. എനിക്ക് ഇന്ന് പറയാൻ വേണ്ടിയുള്ള യൂറോപ്പിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഇരയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ റെഫ്യൂജീസിന് വേണ്ടി ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ലിബിയയിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഒക്കെ റെഫ്യൂജീസ് എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ്
റെഫ്യൂജീസ് ആണ്, കയറിക്കിടക്കാടമില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടു കാണും, ഒരു റെഫ്യൂജി വെള്ളത്തിൽ കടന്ന് ഇക്കരെ കയറി കഴിഞ്ഞപ്പോൾ സ്മാർട്ട് ഫോൺ വെച്ച് ഫോട്ടോ എടുക്കുന്ന പടങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കഴിഞ്ഞു. കാരണം അത്രയ്ക്ക് ദരിദ്രരാണ് അവര് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നാണ് ഇവർ ഈ രാജ്യങ്ങളിലേക്ക്, ക്രിസ്തീയ രാജ്യങ്ങളിലേക്ക്, ക്രിസ്തീയ മേൽക്കോയ്മയുള്ള രാജ്യങ്ങളിലേക്ക്, UK അതുപോലുള്ള ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവരെ അഭയാർത്ഥികൾ എന്നുള്ള വാക്കുകൾ കൊണ്ട് കയറി വന്നിട്ട് ആ രാജ്യത്തെ മുച്ചൂടും മുടിക്കുന്ന ഒരനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭയം കൊടുത്തവരുടെ കൈ അടിച്ചു പറിക്കുന്ന, അഭയം കൊടുത്തവന്റെ തന്നെ കഴുത്ത് വെട്ടുന്ന, അഭയം കൊടുത്തവൻ തന്നെ കുഞ്ഞുങ്ങളെ, വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ പിച്ചി കീറി കൊന്നുകളയുന്ന ചരിത്രങ്ങളാണ് ഇന്ന് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന്റെ ഭീകരാവസ്ഥ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അവര് വിതച്ചത് അവർ കൊയ്യാൻ വേണ്ടി പോവുകയാണ്. കാര്യം പല രാജ്യങ്ങളും ഇവരെ സ്വീകരിക്കുന്നില്ല. പല രാജ്യങ്ങൾ, ഈവൻ ഇസ്ലാമിക രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവരെല്ലാം കയറി വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇതിന്റെ പിന്നിൽ ശരിക്കും ഗൂഢാലോചനയുള്ളൂ. ഇതിന്റെ പിന്നിൽ ശരിക്കും മതപരിവർത്തനത്തിന്റെ, ഇസ്ലാം വൽക്കരണത്തിന്റെ ഒക്കെ നിഗൂഢമായ തന്ത്രങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് ഇപ്പോൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ലബനാൻകാരിയായ ഒരു വ്യക്തിയുടെ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. I come from Lebanon. I was born and raised in Lebanon, which used to be the only majority Christian country in the Middle East. We were open-minded, we were fair, we were tolerant, we were multicultural. We prided ourselves in our multiculturalism. We had open border policy. We welcomed everyone to come to our country because we wanted to share with them the westernization which we had created in the heart of the Arabic world. Muslims used to send their children to study in our universities because we had built the best universities in the Arabic world. They graduated and worked in our economy because we had built the best economy in the Middle East, even though we did not have any oil. Beirut became Paris of the Middle East, the banking capital of the Middle East. In 1965, National Geographic magazine had on its front cover, Lebanon, Eden of the Middle East. Unfortunately, all this began to change as the years went by. See, we got our independence in the early 40s. But by the 60s and 70s, the Christians had become the minority and the Muslims had become the majority in Lebanon. And as the Islamic population grew in the country became less and less tolerant because they started pushing for more rights that were not compatible with our Judeo-Christian value system that we had created. And that's when the problems started. The problem was contained until the influx of the Palestinians out of Jordan in 1970, when Lebanon brought them in because we already had refugee camps. Actually, at that time, Lebanon was the only country in the Middle East to accept the third wave of Palestinians into Lebanon. The majority of them were Muslims. They put their heads together with the Muslims in Lebanon and declare jihad on the Christians. What they wanted to do is create a base from which to fight Israel, kill the Jews, and throw them into the sea. Something they tried to do in Jordan. Yasser Arafat and the Palestinians tried to do in Jordan, but they failed because of the dictatorship of the king. Yet they were able to come to Lebanon, use our open-mindedness, our fairness, our tolerance, our multiculturalism, and our democracy to topple our democracy. My 9/11 happened to me in 1975 when radical Muslims blew up my home, bringing it down, burying me under the rubble wounded as they shouted Allahu Akbar. My only crime was that I was a Christian living in a Christian town. I ended up in a hospital for 2.5 months. And as I laid in a hospital bed, hooked up to IVs in both arms, I would ask my parents, why did they do this to us? Why did they attack us? And my father would tell me, because we are Christians, the Muslims consider us infidels and they want to kill us. So I knew since I was a 10-year-old child that I am wanted dead simply because I was born into the Christian faith and lived in a Christian town. This is something so foreign to Christians in America. Because in America, our idea of persecution is, oh, I took my Bible with me to work today and people looked at me funny. That's our idea of persecution. Where I come from, our idea of persecution is they want to walk into this church and start shooting at you and killing you. Just like what they're doing in Iraq right now.
just like what they're doing in Egypt right now, just like what they're doing in Syria, just like what they did in Lebanon. Actually, what launched the all-out war in Lebanon was 4 Muslims walked into a church service on a Sunday morning just like this and started shooting at people. That's what started the Lebanese civil war. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് അവസ്ഥ. ഈ ഒരു ഇസ്ലാം ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ ഭീകരാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു പച്ച യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. ദയയുടെ പേര് പറഞ്ഞ്, കാരുണ്യത്തിന്റെ പേര് പറഞ്ഞ് വിഷപ്പാമ്പുകളെ വലിച്ചു കയറുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ ചെന്നുപോയാൽ ആ രാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഈ പ്രയത്നിക്കുന്നതിന് പകരം ഇവരുടെ മതപ്രചരണങ്ങളും ഇവരുടെ കയ്യിരിപ്പുകളും ഇവരുടെ ഭീകരതകളും പുറത്തു കൊണ്ടുവന്നിട്ട് ആ രാജ്യത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് എല്ലായിടത്തും. ആരൊക്കെ ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പെറ്റുവരികയാണ്. ഇവരൊക്കെ വന്നിട്ട് 5-6 പെണ്ണുങ്ങളെ കെട്ടിയിട്ട് അതിനനുസരിച്ച് മക്കളെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ബെനിഫിറ്റ്സുകൾ വാങ്ങി വെറുതെ മെയ്യനങ്ങാതെ ജീവിക്കുന്ന സാഹചര്യമാണ് ഈ UK യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ഉള്ളത്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഭരണാധികാരികൾ കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നടന്ന പല കാര്യങ്ങളുടെ കണക്കുകളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പ്രവർത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുമാതിരി ഈ കാണുന്ന പ്രവർത്തികൾ കണ്ടേച്ചാൽ മതി യൂറോപ്പിന്റെ അവസ്ഥ എന്തുവാണെന്ന് തിരിച്ചറിയാൻ. അതിന് വർഗീസ് സാമുവലിന്റെ ഒരു പ്രഭാഷണത്തിനൊന്നും ആവശ്യമില്ല. നിങ്ങളൊന്ന് കേട്ടു. ഞാനൊരു ലിസ്റ്റ് വായിക്കുകയാണ്. 2015 മുതൽ ഇതൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് കിടപ്പുണ്ട്, ഇതൊക്കെ ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ തപ്പി നോക്കി വെച്ചാൽ മതി യൂറോപ്പിന്റെ അവസ്ഥ. ഞാൻ ലോകത്തിൽ നടന്ന ഭീകരമായ സംഘടനയുടെ അവസ്ഥകളല്ല പറയുന്നത്, ഭീകരപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ ചരിത്രമല്ല പറയുന്നത്. യൂറോപ്പിൽ മാത്രം 2015 നവംബർ മുതൽ 2019 നവംബർ വരെ, 2020 കണക്ക് ഞാൻ വായിക്കുന്നില്ല, 2015 നവംബർ മുതൽ 19 നവംബർ വരെ യൂറോപ്പിൽ നടന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ മൊത്തത്തിൽ 45 ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 514 പേര് മരിച്ചു, 2605 പേര്. ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്. പരിക്കേറ്റവരിൽ എത്ര പേര് പിന്നീട് മരിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. അന്നേരത്തെ കാര്യങ്ങളിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ് കണക്കുകളായിട്ട് വരുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ ഭീകരപ്രവർത്തനങ്ങൾ അതിന്റെ കണക്കുകളാണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. അപ്പോൾ തന്നെ ഇൻഡിവിജ്വലോട് പറഞ്ഞാൽ UK 6 ആക്രമണങ്ങളും 43 മരണങ്ങളും 616 പരിക്കേറ്റവരുടെ കണക്കുകളും പറയുന്നുണ്ട്. ഫ്രാൻസിൽ 15 ആക്രമണങ്ങളുണ്ടായി, 240 പേര് അതിൽ മരിച്ചു, 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ടർക്കിയിൽ 4 ആക്രമണങ്ങളുണ്ടായി, 108 പേരാണ് കൊല്ലപ്പെട്ടത്, 339 പേരാണ് പരിക്കേറ്റത്. ബെൽജിയത്തിൽ 6 ആക്രമണങ്ങളുണ്ടായി, അതിൽ 43 പേര് മരിച്ചു, 351 പേർക്ക് പരിക്കേറ്റു. ജർമ്മനിയിൽ 5 ആക്രമണങ്ങളും 15 പേരുടെ മരണവും 84 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കൂടാതെ ഈ വർഷം നടന്ന കണക്കുകളും ഇതിന്റെ പുറമേ ഉണ്ട്. ഇത് നിങ്ങൾ ഓർത്തേ. അപ്പോൾ തന്നെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കൃത്യമായ കണക്കുകളല്ല. കാര്യം കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ ഈ മരണസംഖ്യകളും ആക്രമണങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റും കണക്കൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ കണക്കുകളായിരിക്കും നമുക്ക് വായിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തന്നെ ധാരാളം ഗൂഢാലോചനകൾ, ഇസ്ലാമിക ആക്രമണങ്ങൾ തടഞ്ഞതിന്റെ കണക്കൂടെ കിടപ്പുണ്ട്. അതുകൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ 10 മടങ്ങായിട്ട് വർദ്ധിച്ചു പോയേനെ. പോലീസുകാര് ജാഗരൂകരായിട്ട് ഇരിക്കുന്നത് കൊണ്ടും ഇവരുടെ പല ഗൂഢാലോചനകളും നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെടുന്നത് കൊണ്ടും കൊല്ലപ്പെടുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ എണ്ണ ഇത്രയായിട്ട് കിടക്കുന്നത്. ഇതാണ് സമാധാന മതക്കാർ യൂറോപ്പിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇവർ സമാധാനം വാരി വിതറുകയാണ്. പക്ഷെ അത് ബോംബ് സ്ഫോടനങ്ങളുടെയും കത്തിക്കുത്തിലൂടെയും നിരപരാധികളുടെ നേരെ വണ്ടി കയറ്റിയൊക്കെയാണ് ഇവർ ഈ സമാധാനം വാരി വിതറുന്നത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിനകത്ത് വന്ന വലിയ വാർത്തകൾപ്പെട്ടതാണ് ഇസ്ലാമിക ഗ്യാങ്ങുകൾ, കൂട്ടങ്ങൾ, ബലാത്സംഗങ്ങളുടെ കണക്കുകൾ. 5 ലക്ഷത്തിലധികം യുവതികളെ ബലാത്സംഗം ചെയ്തു. അത് അവരുടെ അവരുടെ മതത്തിനു വേണ്ടി അല്ലെങ്കിൽ ഈ അമുസ്ലിങ്ങളായ വ്യക്തികളെ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തി അല്ലെങ്കിൽ സ്വർഗം, അതിനുവേണ്ടി ബലാത്സംഗം ചെയ്ത കണക്കുകളാണ് കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെ വന്നത്. ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്.
5 ലക്ഷം യുവതികളെയാണ് കഴിഞ്ഞ ചില 1-2 വർഷങ്ങളിലൂടെ ഇവരെ അമുസ്ലിങ്ങൾ എന്ന പേര് പറഞ്ഞ് ബലാത്സംഗം ചെയ്യുന്നെന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഭീകരത മനസ്സിലാക്കി നോക്കി. എന്ത് വൃത്തികെട്ട പ്രവൃത്തികളാണ്. അതുപോലെ 12, 14, 15 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് വർഷങ്ങളോളം ഇവരെ ഭീഷണിപ്പെടുത്തി ഉപയോഗിച്ചതിന്റെ ചരിത്രവും കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ കുറെ പേര് ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും UK നിന്നുമൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഈ സ്വീഡനുണ്ടായ ഇപ്പോഴത്തെ വിഷയം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് 2 പിള്ളേരുമായിട്ട് തുടങ്ങിയതാണ്, അല്ലാതെ ഖുറാൻ കത്തിച്ചുകൊണ്ട് തുടങ്ങിയൊന്നുമല്ല. ഖുറാൻ കത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 2 കൊച്ചുങ്ങളെ, കൊച്ചു പിള്ളേർ, ആൺകുട്ടികളെ അനാവശ്യ പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചതിന് ശേഷം നിഷ്ഠൂരമായി ഉപദ്രവിക്കുകയോ ജീവനോടെ കുഴിച്ചുമൂടുകയോ അതൊക്കെ ചെയ്ത വാർത്തകളാണ്. അത് കൊല്ലപ്പെട്ടെന്ന് അറിയത്തില്ല. ആ തരത്തിലുള്ള വാർത്തകളാണ് ഇസ്ലാമിനെതിരായിട്ട് ആൾക്കാർ തിരിയാനുള്ള കാരണം. ഈ രാജ്യത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിലേക്കും പോലീസിന് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഇവർ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ചെല്ലുന്ന രാജ്യങ്ങളെ മുടിക്കുന്ന പരിപാടികളാണ്. ഇവരുടെ രാജ്യത്ത് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ? ഇവരുടെ ഭൂരിപക്ഷം പറയുന്ന ഇനിയും ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കിയേ, ഏതെങ്കിലും രാജ്യത്ത് പരസ്യമായിട്ടൊരു സുവിശേഷ പ്രസംഗം നടത്താൻ പറ്റും, ഒരു മതപ്രസംഗം നടത്താൻ പറ്റുമോ? അവിടെയൊക്കെ പള്ളികളൊക്കെ വെച്ചു കൊടുത്തോണ്ട് ഒരു ക്യാമ്പസിനുള്ളിലാണ്, ഒരു പ്രത്യേക കോമ്പൗണ്ടിനുള്ളിൽ കെട്ടിടങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. ലോകത്തിന് ഇത് രാജ്യങ്ങൾ തന്ന ഇതര മതസ്ഥർ അവിടെ കൂടി പാടുന്നു. അതേ സമയത്ത് ഷാർജയിലോ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ഒരാൾ പൊതുവായിട്ട് നിന്ന് ഒരു സുവിശേഷ പ്രതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുമത പ്രചാരൻ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും നടക്കട്ടെ, നടക്കുകയില്ല. അപ്പോഴും തന്നെ അവരെ പോലീസുകാർ ഇവരെ കൊണ്ടുപോകും, അവരെ കൊന്നുകളയത്തേ ഉള്ളൂ. അത്ര ഭീകരമാണ്. ഇവര് ലോകത്തെല്ലായിടത്തും പോയി എല്ലാ രാജ്യങ്ങളിലെയും സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് അവരുടെ രാജ്യത്ത് അവരത് കുടിക്കുകയല്ല. എന്നിട്ട് ഇവർ പറഞ്ഞ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മതമെന്നാണ്, ഇസ്ലാം രാജ്യങ്ങളാണ്. അത് ഒരിക്കലും സാമൂഹ്യമായ കാര്യങ്ങളെ പഠിക്കുന്ന കാര്യങ്ങളെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഭീകരാവസ്ഥ എത്രയോ പിള്ളേരെ കൊന്നതും കൊല വിളിച്ചതിന്റെ ചരിത്രങ്ങളാണ് ഇനി നിഗൂഢമായി കിടക്കുന്നത്. ഇവരുടെ അജണ്ടകളാണ്, ഇവരുടെ നിഗൂഢമായ പ്രവൃത്തികളാണ് ഇതെല്ലാം ഇവരെ സ്വാധീനിച്ചതും ഇവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചതും എല്ലാം മതം തന്നെയാണ്. അതിന് ഒരു തർക്കവുമില്ല. അതിന് നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ നമുക്ക് സമൂഹ മധ്യത്തിൽ നിരത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ നോക്കി ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന ക്രിസ്ത്യാനി ഹിന്ദുവിനെയൊക്കെ കൈകൂപ്പി നിന്ന് വോട്ട് പിടിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു നേതാവ് ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരാക്രമണത്തെ അപലപിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ശരിക്കും ഒരിക്കലും ചെയ്യില്ല. ISIS പോലുള്ള ഇസ്ലാമിക സംഘടനകൾ ലോകത്തിൽ എത്രയോ മനുഷ്യരെ പച്ചയ്ക്ക് കൊന്നു തിന്നു, കഴുത്തറുത്ത് കൊന്നു, ഭീകരമായിട്ട് കൊല്ലുന്ന വാർത്തകൾ വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. എത്ര ഭീകരമായ അവസ്ഥകൾ. ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ട് പോലും അത് തെറ്റാണെന്നോ അത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് ഇവരാരും വേണ്ടില്ല. ഇവർ പറയുന്ന ഉടനെ അതല്ല യഹൂദൻ ചെയ്തു എന്നുള്ളതാണ്. യഹൂദന്റെയാണ് ISIS എന്ന് പറയുന്നത്. എന്നിട്ടാണ് കേരളത്തിൽ നാട് നയിക്കാൻ വേണ്ടി സിറിയയിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ വഞ്ചകരല്ലേ? ഇസ്ലാമിനെതിരായി നിൽക്കുന്ന യഹൂദിന് വേണ്ടി ആൾക്കാരെ കേരളത്തിൽ റിക്രൂട്ട് ചെയ്തത് സിറിയയെ കൊണ്ടുവന്ന് അമേരിക്കക്കാരനെ ബോംബിട്ട് കൊല്ലാൻ വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ ഇവരാരാണ്? ഇവര് മുസ്ലിങ്ങൾക്കെതിരല്ലേ? അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷെ അതിനൊന്നും വിശദീകരണങ്ങളില്ല. എന്നിട്ട് യഹൂദന്റെ മണ്ടലോട് കൊണ്ടുവെക്കും. ജൂ ആണ് പണ്ടാരും ജ്യൂസ് കണ്ടുപിടിച്ച യഹൂദനാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് അവന്റെ മണ്ട കൊണ്ടുവച്ചിട്ടാണ് കാര്യങ്ങൾ ഇവരെ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ കണ്ടാട്ടെ. അത്യന്തം സമാധാനപരമായി കഴിഞ്ഞിരുന്ന സ്വീഡൻ എന്ന അതിമനോഹരമായ രാജ്യം
സ്വീഡന്റെ സംഭവമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെക്കേന ടി വിയിലെ, കേരളത്തിലെ ഷെക്കേന ടി വിക്കാരെ പബ്ലിഷ് ചെയ്ത സ്വീഡന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്താണ് ഇവരെ എന്താ പറയുക, അഭയാർത്ഥികൾ എന്നുള്ള പേരിൽ സ്വീകരിച്ചതിന്റെ അനന്തരഫലമായിട്ട് ഇന്ന് കത്തിയമരുകയാണ് അവർ. ആ രാജ്യം, അവരുടെ സമാധാനം കെട്ടുപോയി. സമാധാന മതക്കാരൊക്കെ സ്വീകരണം കൊടുത്ത ഒരു രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും നെതർലൻഡ് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും എല്ലാവരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ തീറ്റി കൊടുത്തതിന്റെ എല്ലാ തിക്തഫലങ്ങളും ഭീകരതകളും അസമാധാനങ്ങളും അതിന്റെ പലിശയും കൂട്ടുപലിശ സഹിതം ഈ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സൗദി അറേബ്യയിലേക്ക് എന്ന അഭയാർത്ഥികളുടെ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു? സൗദി അറേബ്യയിൽ ചെന്ന അതാണ്ട് ഈ ഒരു പടം നിങ്ങൾ കണ്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, ഭക്തിയുടെയും ഭയത്തിന്റെയും കേന്ദ്രമാണല്ലോ സൗദി അറേബ്യ എന്ന് പറയുന്നത്. സൗദി അറേബ്യയിൽ അഭയാർത്ഥികളായി ചെന്ന ആഫ്രിക്കക്കാരുടെയൊക്കെ അവസ്ഥകള് കോവിഡിന്റെ പേര് പറഞ്ഞൊരു മുറിക്കകത്ത് അവരെ ഇട്ട് പൂട്ടി അവിടെ കിടന്ന് ചാവാനും പട്ടിണി കിടന്ന് ചാവാൻ നരകതുല്യമായ അവസ്ഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് സൗദി അറേബ്യയുടെ വാർത്ത ഈ കഴിഞ്ഞ ദിവസം വന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇവർ ചെന്നാലുള്ള ഗുണം. അതേ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സമ്പന്നമായ ക്രൈസ്തവ നേതൃത്വമുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ കയറി ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇവരനുഭവിക്കുന്ന സുഖങ്ങള് വെറുതെ ഇരുന്ന് തിന്നുക. ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടിയത് മതിയെന്ന് പറയത്തക്ക നെറികെട്ട അവകാശവാദങ്ങൾ, നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ഈ ജാതി ഇവിടെ എല്ലാം കയറി വന്നിട്ട് പെറ്റുപെരുകിയിട്ട് ജീവിച്ചിട്ട് സുഖം അനുഭവിച്ചിട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ കടയ്ക്ക് കത്തിവെക്കുന്നൊരവസ്ഥ, രാജ്യത്തിന്റെ ജനത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒരു ഭീകരമായ അവസ്ഥ. ഇത് സ്വീഡൻ മാത്രമല്ല, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയിലെ വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ തന്നെ ഇവരെവിടെ ചെന്നാൽ ഇവരുടെ മൃഗീയത പുറത്തു വരും. ഒരു സുഖം അനുഭവിച്ചവർ സ്വസ്ഥമായി കഴിയുമ്പോൾ ആ രാജ്യം അവർക്കുള്ള അവകാശങ്ങളും നന്മകളും ഭക്ഷണവും ഒക്കെ താമസവും ഒക്കെ കൊടുത്തിവരെ പാർപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ തനി നിറ ഇവർ പുറത്തു കൊണ്ടുവരും. ഇത് നമ്മൾ കാണുകയാണ്. ഇനി എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. യൂറോപ്പ് ചെയ്യേണ്ടത് എന്താണ്? യൂറോപ്പ് ചെയ്യേണ്ടത് പോളണ്ട് ചെയ്തതാണ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടത്. എന്താണ് പോളണ്ട് ചെയ്തത്? പോളണ്ടിന്റെ ഒരു പ്രസിഡന്റ് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടാട്ടെ. അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്കകത്ത്. May I ask Mr. Tarczyński, how many refugees has Poland taken? 0. And you're proud of that? If you are asking me about Muslims illegal immigration, none, not even one will come to Poland. Not even one if it's illegal. We took over 2 million Ukrainians who are working, who are peaceful in Poland. We will not receive even one Muslim because this is what we promised. But I asked not about illegal immigrants, I asked about refugees. And Jean-Claude Juncker, the Commission President, says that you're racist. You sound proud of the fact that you haven't taken any refugees. Of course, because this is what our people are expecting from our government. That's number one. This is why our government was elected. This is why Poland is so safe. This is the reason why we had not even one terrorist attack. Look at the streets in Poland. And we can be called populists, nationalists, racists. I don't care. I care about my family and about my country. അദ്ദേഹം പറഞ്ഞു ഒരു റെഫ്യൂജി പോലും കയറ്റിയല്ല. അതാണ് ഏറ്റവും നല്ല തീരുമാനം. അഭയം തേടി വരുന്നവന് അഭയം കൊടുക്കണം. പക്ഷെ ആളും തരവും കൊണ്ട് അഭയം കൊടുക്കാവൂ. ഈ ഇവരൊന്നും ഭക്ഷണമില്ലാത്തവരോ കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരോ അല്ല. ഇവരൊക്കെ സ്മാർട്ട് ഫോണുകളും പിടിച്ചോണ്ടാണ് ഇവരൊക്കെ എത്തുന്നത്. അപ്പൊ ഇവിടെ തിന്നാനും കൂടിയൊന്നും അല്ല ഇവിടെ പിന്നിൽ. ഈ രാജ്യങ്ങളെ സുഖം അനുഭവിച്ച് ഈ രാജ്യത്ത് ഇസ്ലാം വൽക്കരിക്കുക, ഈ രാജ്യങ്ങളെ സമാധാനത്തെ കെടുത്തിക്കളയുക എന്നുള്ളതാണ്. സൗദി അറേബ്യയെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരും ഇസ്ലാമിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന സ്ത്രീകളൊക്കെ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും സൗദി അറേബ്യ പോയി താമസിക്കുന്നില്ല. കാരണം ഇവർക്ക് സൗദി അറേബ്യ ഇപ്പം പറയാണ് ലോകം മൊത്തം ഇസ്ലാം ആകണോ, എല്ലാവരും ഇസ്ലാം ആകണം. എങ്കിൽ സൗദി അറേബ്യ പോയി നിങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എവിടെ താമസിക്കാൻ ഇഷ്ടം? യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കാൻ ഇഷ്ടം. കാരണം സുഖം, സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുഭവിക്കാം.
പക്ഷെ അവരുടെ രാജ്യത്ത് ചെല്ലാൻ പറ്റിയില്ല. അവരുടെ രാജ്യത്ത് എന്നാൽ ഇതൊന്നും ഇല്ല. അവിടെ അടിമകളായിട്ട് പഴക്കൊല കെട്ടി വെച്ചിരിക്കുന്നത് പോലെയുള്ള ചാക്കിന്റെ ഉള്ളിൽ കയറി ജീവിക്കേണ്ട അവസ്ഥകളാണ് സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന അവകാശവാദങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ അടുത്ത വീഡിയോകളിൽ നിങ്ങളോട് സംസാരിക്കാം. അതൊക്കെ ഇവരുടെ മതഗ്രന്ഥങ്ങളെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ഇല്ലാത്തതും എടുത്തൊന്നും അല്ല സംസാരിക്കുന്നത്, കേട്ടതും ഒന്നുമല്ല. ഇതൊക്കെ എഴുതപ്പെട്ടതും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഞാനിതൊന്നും കെട്ടിച്ചമച്ചൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തകളിലെ കെട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന വാർത്തകൾ ഇവിടെ കിടപ്പാണ്, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. വീഡിയോകൾ വന്നത് ഒക്കെ സോഷ്യൽ മീഡിയക്കകത്ത്. ഇതൊന്നും അന്വേഷിച്ചെങ്ങും പോകണ്ട, നമ്മളെ യൂട്യൂബിനകത്തൊന്ന് കയറി നോക്കി വെച്ചാൽ മതി നമുക്കറിയണമെങ്കിൽ. അപ്പം തന്നെ പോളണ്ട് ചെയ്താണ് ഏറ്റവും നല്ലത്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു കാര്യം തന്നെയാണത്. നിയമപരമായിട്ട് വരുന്ന ആർക്കും പ്രവേശനം കൊടുക്കണം. വിദ്യാഭ്യാസത്തോടുകൂടി പഠിച്ച് ജോലി ചെയ്യാൻ ആയിട്ട് ഏത് രാജ്യത്തും ആര് വന്നാലും സ്വീകരിക്കണം. അതിനകത്ത് വർണ്ണവും വർഗവും ജാതിയും മതവും ഒന്നും നോക്കരുത്, സൗന്ദര്യവും ഒന്നും നോക്കാതെ അവരെ സ്വീകരിച്ച് അവർക്ക് ജോലി കൊടുത്ത് അവർ മാന്യമായിട്ട് അവിടെ ജീവിക്കട്ടെ. അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇവിടെ ഒരു റെഫ്യൂജി പോലും ഇല്ല. അവിടെ മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ അവിടെ പഠിക്കാൻ ചെന്നവരോ അല്ല ജോലിക്ക് വേണ്ടി ചെന്നവരാണ്, മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അഭയാർത്ഥികൾ എന്ന് പറയുന്നതിന്റെ പിന്നിൽ അജണ്ടകളുണ്ട്. അവരിവിടെ കയറി വന്നത് നമ്മൾ ഒരിടയ്ക്ക് കണ്ടതാണ്. ICSലൊക്കെ വലിയ കൂട്ടം ആൾക്കാരെ പല രൂപത്തിലും ഭാവത്തിലും ഈ രാജ്യത്ത് കയറി വന്നു കഴിഞ്ഞു, ഈ രാജ്യത്തൊന്നും. അതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് തന്നെ അനേകരെ സിറിയയിലൊക്കെ പോയി ബോംബിട്ട് ചാവണ്ട ഗതിയേട് വന്നു. ഇവിടെ ഈ രാജ്യത്തിനെതിരായിട്ട് അവിടെ പോയിട്ട് ജീവിച്ച് ഭീകരവാദിയുടെ മക്കളെയൊക്കെ പ്രസവിച്ചിട്ടുള്ള വ്യക്തികൾ നാണം കെട്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി സൗദി അറേബ്യക്ക് എന്താ അവർ പോകാത്തത്? അല്ലെങ്കിൽ സൗദി അറേബ്യ എന്താ അവരെ സ്വീകരിക്കാത്തത്? ഏതെങ്കിലും ഗൾഫ് കൺട്രീസ് എന്താ അവരെ സ്വീകരിക്കാത്തത്? അങ്ങോട്ട് പോകത്തില്ല. എന്നിട്ടും നാണോ മാനമില്ലാതെ കേസ് പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കിടന്ന് മുറവിളിയും നിലവിളിയും കൂട്ടുന്ന ആൾക്കാർ, അതിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ പേര് പറഞ്ഞ് കുറെ അലവരാദികൾ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അവസാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അതിന്റെ ഭീകരതയിൽ എത്തിക്കഴിഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ, ക്യാൻസറിന്റെ 1ാം ഘട്ടത്തിലൊക്കെ ചികിത്സിച്ച് നമുക്ക് രക്ഷപ്പെടുത്താം. കാരണം അധിക ശരീരത്തിലെ അധിക കോശങ്ങളിലേക്ക് അത് പ്രവേശിച്ചു കാണത്തില്ല. ആദ്യ കാലങ്ങളിൽ തന്നെ കണ്ടുപിടിക്കപ്പെടുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകാം. പക്ഷെ ഇതല്ല. ഇത് ഇസ്ലാം എന്ന് പറയുന്ന ഭീകര ക്യാൻസർ ലോകത്തിൽ എല്ലായിടത്തും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ചികിത്സിച്ചു മാറ്റുവാൻ കഴിയല. ആ തരത്തിലുള്ളൊരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവ എത്തിയത് കൊണ്ട് ഇതിനെ രാഷ്ട്രങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കുഴിയിൽ പെട്ടുപോകാതിരിക്കാൻ, ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് യൂറോപ്പിന്റെ അവസ്ഥ. അപ്പോൾ തന്നെ നമ്മളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്തകളിലാണ്, ഇവിടുത്തെയൊക്കെ പത്രങ്ങളിലൊക്കെ വന്നൊരു കാര്യം, ന്യൂസിലൻഡിലെ പള്ളിക്കകത്ത് കയറി ഒരാൾ വെടിവെച്ചതിന്റെ കാര്യം. ഞാൻ പറയട്ടെ, മനുഷ്യത്വപരമായ എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ സപ്പോർട്ടാണ്. ഒരു ദരിദ്രനെ സഹായിക്കുവാൻ, ഇല്ലാത്തവന് കൊടുക്കുവാൻ, ഭക്ഷണമില്ലാത്തതിന് ഭക്ഷണം കൊടുക്കുവാൻ, പാർപ്പിടമില്ലാത്തതിന് പാർപ്പിടം കൊടുക്കുവാൻ, സുഖമില്ലാതെ കിടക്കുന്നതിനെ പോയി കാണുവാനും സഹകരിക്കുവാനും സഹായിക്കുവാനും ഒക്കെ വിശുദ്ധ വേദപുസ്തകം അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുത്തിനെ കണ്ടിട്ട് ഉണ്ണുവാനും ഉടുക്കുവാനും ഇല്ലാത്ത ഒരുത്തിനെ കണ്ട് മുഖം മറച്ചു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നൊരു പരിപാടിയല്ല. എല്ലാവിധത്തിലും അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. അതിനൊന്നും നമ്മൾ എതിരല്ല. നമ്മളത് ഏത് രാഷ്ട്രം ചെയ്താലും ഏത് സമൂഹം ചെയ്താലും നമ്മളതിനെ 100 കരങ്ങൾ കിട്ടി തന്നെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നല്ലത് തന്നെയാണ്. നമ്മളതിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് തിരിച്ചറിയുന്നതാണ്. ആരെയാണ് നമ്മൾ സഹായിക്കുന്നത്? നാളെ നമ്മുടെ കടയ്ക്ക് തന്നെ കത്തിവെക്കുന്ന ഒരു അവസ്ഥകളാണ് ഈ പറയുന്ന ആളുകളിലൂടെയൊക്കെ നമുക്കുണ്ടാകാൻ പോകുന്നതെങ്കിൽ നമ്മുടെ വരും തലമുറയെ സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജീവിക്കാൻ വേണ്ടി ജീവനാർത്ഥം കയറി വന്ന റെഫ്യൂജികളുണ്ടോ? അവർ ജീവിക്കട്ടെ, മാന്യമായിട്ട് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ട് ഈ രാഷ്ട്രത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കട്ടെ. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ ജീവിക്കട്ടെ. ഇവിടെ സാഹിബന്മാരൊന്നും അവർക്കെതിരായിട്ട് കൈപൊക്കുകയില്ല, ആരും എതിർക്കുകയില്ല. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ സമൂഹവും സമാധാനവും ഈ സമൂഹത്തിന്റെ സന്തോഷം ഒക്കെ കെടുത്തിക്കളയുവാൻ ഇവരെ ഒരുമ്പിടുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് റെഫ്യൂജീസിന്റെ പലതിന്റെയും നിറം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ ക്രൈസ്തവത ഒരിക്കലും ഭീകരവാദങ്ങളെ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക്
ഒരുത്തനെ ഉപദ്രവിച്ചിട്ട് കൊന്നിട്ട് കത്തികയറ്റിയിട്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അവന്റെ മതം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയില്ല. ന്യൂസിലൻഡിലുണ്ടായ സംഭവത്തിൽ ഒരു പള്ളിക്കകത്ത് കയറി കുറേ എണ്ണത്തിനെ വെടിവെച്ച് കൊന്നതിന്റെ ചരിത്രങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിന്റെ പേരിൽ ഒരു ക്രൈസ്തവ നാമധാരിയായ ഏതോ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുവാനുള്ള കാരണം തന്നെ അവിടൊക്കെ ബോംബ് സ്ഫോടനം നടത്തി പലരും കൊന്നതിന്റെ ദേഷ്യമാണെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. ഇനി എന്ത് കാരണം പറഞ്ഞാണെങ്കിലും ഈ ബൈബിളിനകത്ത് ആയുധമെടുത്ത് മനുഷ്യനെ ഉപദ്രവിക്കാൻ ഒരു ആഹ്വാനമില്ല. കർത്താവിന്റെ അടുക്കൽ നിന്നപ്പോൾ പത്രോസ് വാളെടുത്തൊരുത്തിന് ചെവി വെട്ടിക്കളഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു വാൾ ഉറയിലിടുക എന്നാണ്. വാൾ ഉറയിൽ കിടക്കണം. വാള് മനുഷ്യന്റെ കഴുത്തിന് വെക്കാൻ വേണ്ടിയില്ല. അന്ന് കർത്താവിന്റെ കൽപ്പന, ഇന്നുമുണ്ട് ആ കൽപ്പന. ആയുധം എടുത്ത് അന്യന്റെ ദേഹത്തൊരു തുള്ളി ചോരയെങ്കിലും പൊടിയുവാൻ കാരണക്കാരനായെങ്കിൽ അവന് ക്രിസ്ത്യാനിറ്റി വിളിക്കാൻ പറ്റിയല്ല. അതിനെ ഒരിക്കലും ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്നു. ഞങ്ങളാരും അതിനെ അംഗീകരിക്കുന്നില്ല. ഞങ്ങളാരും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, ആരേത് ഭാവത്തിൽ ചെയ്താലും. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ന്യൂസിലാൻഡിൽ കൊലപാതകം നടത്തിയവനെ കോടതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിങ്ങൾ കുറേ എണ്ണം അതിനകത്ത് കയറിയിരുന്നുകൊണ്ട് അവനെ ശപിക്കുകയും അവനെ മുടിഞ്ഞു പോയിട്ട് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ വാർത്തകൾ വന്നു. അവന്റെ ശാപം, അവനെങ്ങനെ ശാപം വെക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും ഏതെങ്കിലും മര്യാദയുള്ളൊരു മുസ്ലിം ഈ മതപ്രചരണം നടത്തുന്ന എന്താ പറയുന്നത് MM അക്ബറിനെ പോലെയുള്ളതോ ലോകത്തിന്റെ വേറെ ഏതെങ്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ പിടിച്ചടക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സക്കീർ നായിക്കിനെ പോലുള്ള മത തീവ്രവാദികളോ ഇപ്പോൾ തച്ചിന് കുത്തിയിരുന്നുകൊണ്ട് പ്രചരണം നടത്തിയ ഈസാ മുഹമ്മദിനെ പോലുള്ളവരോ മതം മാറിയ ജോർജിനെ പോലുള്ളവരോ ആരെങ്കിലും ഒരാള് ഈ ഏതെങ്കിലും ഒരു ഇസ്ലാം ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അതിനെ അപലപിക്കാറുണ്ടോ? അവരെ ശപിക്കാറുണ്ടോ? നിങ്ങൾ പറയുമോ ICS കൊന്ന മനുഷ്യരെ, നമ്മുടെ ഇന്ത്യയിലെ വെടിവെച്ചു കൊന്ന സാധാരണക്കാരനായ മനുഷ്യനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ നിങ്ങൾ അവരെ അപലപിക്കാറുണ്ടോ? ആ ഭീകരവാദിയെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ, ബോംബെ ആക്രമണത്തിന്റെ ഭീകരവാദിയെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ആൾക്കാരില്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അവരെയൊക്കെ ശപിക്കാനുള്ള അവകാശവാദം? നാണമില്ലേ നിങ്ങൾക്ക്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പരസ്യമായിട്ട് പറയാം? പത്രത്തിൽ ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. അവനെ ശപിച്ചുകൊണ്ട്, അവന്റെ കുടുംബത്തെ ശപിച്ചുകൊണ്ട്, അള്ളാഹു നിനക്ക് ദോഷം വരും. അള്ളാഹു ഒരു കുന്തം ആർക്കും ചെയ്യത്തില്ല. അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ലേ അള്ളാഹുവിന്റെ അണികൾ ആയുധമെടുത്ത് തെരുവിലിറങ്ങിയത്? പണ്ട് നമ്മുടെ കേരളം ഭരിച്ച EK നായനാർ അവരോട് പറഞ്ഞതുപോലെ ദൈവത്തിന് എന്തിനാ പാറാവ്, പടച്ചോൻ എന്തിനാ പാറാവെന്ന്. പടച്ചോന് സ്വയം സൂക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയത്തില്ല, ആരെ സംരക്ഷിക്കാൻ കഴിയുമെന്നാ നിങ്ങൾ പറയുന്നത്? ആ വാക്യം, ആ ഒരു വാചകം എന്നും നല്ലൊരു വാചകം തന്നെയാണ്. ദൈവത്തിന് സ്വന്തമായി സൂക്ഷിക്കപ്പെടണം. ആരെങ്കിലും ചീത്ത പറഞ്ഞ ഉടനെ ആയുധം എടുത്തുകൊണ്ട് അവന്റെ കഴുത്ത് വെട്ടണമെന്ന് പറയണമെങ്കിൽ ആ ദൈവം ആരാണ്? ആ ദൈവത്തെ ദൈവം എന്നെങ്ങനെ വിളിക്കാൻ പറ്റും? എന്ത് ധാർമ്മികതയാണ് ദൈവത്തിനുള്ളത്? എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളാരും അപലപിക്കത്തില്ല. പക്ഷെ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയും അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യില്ല. മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും ചെയ്യില്ല. അവർ പറയാം അതൊരിക്കലും ഒരു മനുഷ്യനെ കൊന്നിട്ടൊന്നും നേടാനില്ല ഇവിടെ. പക്ഷെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രവാചകന് വേണ്ടി, ഇന്ന് പബ്ലിക്കിന് മുമ്പിൽ പറയാൻ കൊള്ളാത്ത ജീവിതം നയിച്ചൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആയുധമെടുത്തിറങ്ങുമ്പോൾ അത് നിങ്ങളുടെ മതത്തിന്റെ പരാജയമാണ്, നിങ്ങളുടെ പ്രവാചകന്റെ അപജയമാണ്, വ്യക്തി സ്വഭാവത്തിന്റെ വൈകല്യമാണ്, നിങ്ങളുടെ അള്ളാഹുവിന്റെ കഴിവുകേടാണ് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നും നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ആശയപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അവസാനത്തെ ആയുധമാണ് ആയുധമെടുത്തുള്ള കളി. ആശയമില്ലാത്തവന്റെ, ആശയം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തവന്റെ അവസാനത്തെ അടവാണ് ആയുധമെടുത്തുള്ള. അതാണ് ഇന്ന് ഇസ്ലാമുകൾ ലോകത്തെമ്പാടും ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, കടകൾ കത്തിക്കുന്ന ഒരു MLA വീട് ആക്രമിച്ചു. എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് പ്രവാചക നിന്ന നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ തച്ചിനിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ എടുത്തു തരണോ? ഞങ്ങളുടെ വിശ്വാസ ഗ്രന്ഥത്തെ, മതത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അക്ബറിന്റെയും അതുപോലെ ഈസാ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ സക്കീർ നായിക്കിന്റെ ഒക്കെ പ്രചരണങ്ങൾ ഞങ്ങൾ എടുത്തു തരണോ? മുസ്ലിം ഭീകരവാദികൾ ബൈബിള് കത്തിക്കുന്നത് കാണിച്ചു തരണോ? മുസ്ലിം ഭീകരവാദികൾ പള്ളികൾ നശിപ്പിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരണോ? ഇഷ്ടം പോലെ കിടക്കുക. ഞങ്ങളെന്താ തെരുവിലിറങ്ങാത്തത്? ഞങ്ങളുടെ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല.
ഞങ്ങളായതും ഇറങ്ങി ലോകത്തിലിറങ്ങി മനുഷ്യരെ കൊന്നിട്ടും കടയടിച്ചു പൊടിച്ചും നാശം ഉണ്ടായിട്ടും കത്തിയിട്ടും കുത്തിയിട്ടും ഒന്നുമല്ല ഞങ്ങളുടെ ദൈവം അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ദൈവം ദൈവമാണ്. ദൈവത്തിന് ഒരു മാന്യതയുണ്ട്. ദൈവത്തിൻ്റെതായ നിലയുണ്ട്, നിലവാരമുണ്ട്. ആ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് തെരുവിലിറങ്ങി കൊല്ലടാ എന്ന് ആഹ്വാനം ചെയ്യണമെങ്കിൽ എത്ര നികൃഷ്ടമായ ഒരാശയമാണ് ഇതിന് പിന്നിലുള്ളത്. എത്ര പൈശാചികവും ബാർബേറിയുമായ ഒരാശയമാണ് ഇതിന് പിന്നിലുള്ളത്. നിഷേധിക്കാൻ പറ്റുമോ മുസ്ലിങ്ങൾക്ക്? എന്താണ് നിങ്ങൾക്ക് ആശയം കൊണ്ടുവരാൻ പെടുന്നത്? ജബ്ബാർ മാഷിനെ പോലുള്ളവരെ, ജാമിദ ടീച്ചറിനെ പോലുള്ളവർ ഇസ്ലാം മതം വിട്ടിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അവരതിൽ അനുഭവിച്ച ദുരിതങ്ങളും അവരെ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്താ സഹിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് അവർ പറയുന്ന വീഡിയോയുടെ അടി വന്ന് ചീത്ത പറയുന്നതിന്റെ കാരണം, ആക്ഷേപിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ആശയം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട്. കാരണം നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ അത് പറയുന്നത് ഞങ്ങളെടുത്ത് പബ്ലിക്കിന് മുമ്പിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടായതുകൊണ്ട്. നിങ്ങളുടെ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകന്റെ ഈച്ചശാസ്ത്രമൊക്കെ പബ്ലിക്കിന് മുമ്പിൽ പറയുമ്പോഴത്തേന് തൊലിയുരിഞ്ഞു പോകും. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന വ്യഭിചാരശാല എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സ്വർഗത്തിന്റെ വർണ്ണനകളൊക്കെ പരസ്യമായിട്ട് നിങ്ങളുടെ ഉസ്താദുമാൾ പബ്ലിക്കിന്റെ മുമ്പിൽ വിളമ്പിക്കഴിയുമ്പോൾ ഞങ്ങളതെടുത്ത് പറഞ്ഞു പോയെങ്കിൽ അത് മതനിന്ദ. ഞങ്ങളല്ല ആദ്യമായിട്ട് മതനിന്ദ നടത്തിയവര്. ഇസ്ലാമാണ് മതനിന്ദ നടത്തിയവര്. ഇസ്ലാമാണ് വർഗീയത വിളമ്പിയവര്. ഇസ്ലാമാണ് ഖുർആൻ കത്തിച്ചത്. മുഹമ്മദിന്റെ അനുയായികളെ ഉസ്മാന്റെ കാലത്താണ് ആദ്യമായിട്ട് ഖുർആൻ കത്തിച്ചത്. ഞങ്ങളാണ് കത്തിച്ചത്. ഇന്നും സൗദി അറേബ്യയിലെ ഡ്രെയിനേജുകളിൽ നിന്ന് വാരിക്കൂട്ടിയിടുന്ന ഖുറാനുകളുടെ കണക്കുകളൊക്കെ ഏതാണ്ട് സോഷ്യൽ മീഡിയ പടം കിടപ്പുണ്ട്. ഒന്ന് നോക്ക് എന്താ പറ്റിയത്. ആ മതഗ്രന്ഥം ഇന്ന് ലോകത്തിൽ ചെയ്യുന്ന മൃഗീയമായ പ്രവൃത്തികൾക്ക് സ്വാധീനത്തിന്റെ അനന്തരഫലമായി മുസ്ലിങ്ങൾ പോലും മതത്തെ വെറുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് ഡ്രെയിനേജിനകത്ത് കാണപ്പെടുന്ന ഗതികേട് വന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ തലച്ചോറ് മതത്തിന് അടിയറവ് വെക്കാതെ, നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു മതത്തിന്റെ മുമ്പിൽ അടിയറവ് വെച്ച് അടിമയെ പോലെ ജീവിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക, സത്യം അറിയുക, മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക. പണ്ട് വയലാറങ്ങണ്ട് പാടിയതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിനെയും. അതാണ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. തത്വശാസ്ത്രങ്ങളെ പുറംകാലം കൊണ്ട് അടിച്ച് കളഞ്ഞിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുക. സ്വന്തം സഹോദരനെ പോലെ ജീവിക്കുന്ന അയൽക്കാരനെ മതത്തിന്റെ പേര് പറഞ്ഞ് കടയ്ക്ക് കത്തിവെക്കുവാൻ, കുത്തിക്കൊല്ലുവാൻ, അവന്റെ കുടുംബം നശിപ്പിക്കാനാണ് നിന്റെ മതം പറയുന്നെങ്കിൽ ആ മതം ബാർബേറിയനാണ്, ആ മതം ഭീകരമാണ്, ആ മതം മൃഗീയമാണ്. അതിനെ വിട്ടുകളഞ്ഞിട്ട് വർണ്ണമോ വർഗമോ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും നിങ്ങൾ. ആയുധം താഴെ വെച്ചിട്ട്. ആശയം കൊണ്ട് തോൽക്കുന്നവൻ എന്തിനാണ് ആയുധം എടുക്കുന്നത്? ആ ആശയം തെറ്റാണെങ്കിൽ അതിനെ തട്ടിക്കളയാനുള്ള ആർജവം കാണിക്കും നിങ്ങൾ. അവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞ വിശ്വപ്രസിദ്ധമായ കഥ. വർണ്ണവും വർഗവും നോക്കാതെ ആ വിഷയത്തിലിരുന്നവനെ, ആ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് വഴിയോരത്ത് അർത്ഥപ്രാണനായി കിടന്നവനെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ അവനെ ശുശ്രൂഷിച്ച്, അവനെ സ്വീകരിച്ച്, അവനെ മരുന്ന് വെച്ച് കെട്ടി, അവനെ തോളിലേറ്റി, അവനെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച നല്ല ശമരിയാക്കാരൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കഥയിലൂടെ മാനവജാതിയുടെ മുമ്പിൽ ക്രിസ്തു വെക്കുന്ന സന്ദേശം എന്താണ്? സഹായം ആവശ്യമുള്ളവന് വർഗവും വർണ്ണവും ഒന്നും നോക്കരുത്, അത് ചെയ്യണമെന്നല്ലേ കർത്താവ് അതിലൂടെ പഠിപ്പിച്ച്? ഈ ഉപദേശത്തിന് തുല്യം വെക്കാൻ പറ്റുന്ന ഒരാശയം നിങ്ങൾക്ക് നിങ്ങളുടെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ക്രൈസ്തവനെയും യഹൂദനെയും ഉറ്റമിത്രങ്ങളായി കാണരുത്. മതം അള്ളാഹുനാവുന്നിടം വരെ അവരോട് യുദ്ധം ചെയ്യണം. യുദ്ധത്തിന് രൂക്ഷത വേണം. നിങ്ങൾ അവരോട് പരുഷമായി ഇടപെടണം ഒക്കെ പറയുന്ന നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എങ്ങനെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ആശയമോടെ യോജിക്കാൻ പറ്റും? കോടിക്കണക്കിന് അകലങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു യൂറോപ്പ് ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ഇസ്ലാമിക റെഫ്യൂജീസും ഈ രാജ്യത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ എങ്ങും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിയും കൂടും, ഇതിനി കുറയില്ല. രാജ്യത്തിലെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതതിന്റെ തീവ്രമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും പത്രദ്വാരയും സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഭീകരാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് എല്ലാ ഇതര മത സമൂഹങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.